ഹായ് ഡിയർ സ്റ്റുഡൻസ്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കുറച്ചായല്ലേ കണ്ടിട്ട്. ഞാൻ ഓർത്തു കുറച്ച് കുട്ടികൾ നമ്മുടെ അലോട്ട്മെൻ്റൊക്കെ ആയി ഒരുവിധം സമാധാനപ്പെട്ട് പുതിയ ക്ലാസ്സുകളിലേക്ക് പുതിയ കോഴ്സുകളിലേക്കൊക്കെ പോകാൻ റെഡിയായിരിക്കുന്നു. മറ്റു ചില കുട്ടികൾ ഞങ്ങളുടെ പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർ ആ ഒരു പാത്വേയിലേക്ക് പതുക്കെ വന്നു തുടങ്ങി. നീറ്റിനെ ക്രാക്ക് ചെയ്യേണ്ട രീതികളൊക്കെ പഠിച്ച് പതുക്കെ ഒന്ന് മുന്നേറുകയാണ്. അതുകൊണ്ടാണ് ഒരു സാവകാശം ഞാൻ എടുത്തത്. ഇന്ന് ഞാൻ പറയുന്ന കോണ്ടന്റ് എനിക്ക് തോന്നുന്നു ക്ലാസ്സുകളിലൊക്കെ കയറുമ്പോൾ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഒരുപാട് പരാതികളാണ്. എനിക്ക് ഭക്ഷണം ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് വീട്ടിൽ കിട്ടുന്ന കെയർ ആൻഡ് കൺസേൺ അതുപോലെ കിട്ടുന്നില്ല, അമ്മയെ കാണാൻ തോന്നുന്നു, അച്ഛനെ കാണാൻ തോന്നുന്നു, എനിക്ക് പഠിക്കുമ്പോൾ ബോറടിക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നു, അങ്ങനെ ഒരുപാട് പരാതികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങളിവിടെ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാതികളെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കഥ പറഞ്ഞു തരാൻ തോന്നി. അതാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ വളരെ സന്തോഷത്തോടെ നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് കാലിൽ ഒരു മുള്ളു കൊള്ളുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടുകയോ ചെയ്തു, നന്നായിട്ട് വേദനിച്ചു. അപ്പം തന്നെ അമ്മ ഓടി വന്ന് പറഞ്ഞു, മക്കളെ ഇപ്പോൾ പോണ്ട, നമുക്ക് എന്തായാലും കാല് മുറിഞ്ഞില്ലേ, നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ അവളെ പിന്നെ കാണാം എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആ വേദനയെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും പറയും, ഇല്ലമ്മേ കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാം. പറയോ? പറയില്ലേ? ഡെഫിനറ്റ് ആയിട്ടും പറയും അല്ലേ? അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി, ചിലപ്പോൾ ആ വഴിയിൽ വാഹനങ്ങളൊന്നും എത്തില്ലായിരിക്കാം, കുറച്ചധികം ദൂരം നടക്കേണ്ടി വരുന്നുണ്ടാകാം. നിങ്ങൾ നടക്കും. നിങ്ങൾക്ക് ആ നടക്കുന്ന ദൂരമോ നടക്കുന്ന വഴികളിലുള്ള ഡിഫിക്കൽറ്റിയോ നിങ്ങൾക്കൊരിക്കലും തന്നെ ഒരു ഡിഫിക്കൽറ്റി ആയി തോന്നുമോ? ഡെഫിനറ്റ് ആയിട്ടും ഇല്ല. അതുപോലെ തന്നെ നല്ല വെയിലുണ്ടാകാം, അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ടാകാം. എന്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും അതൊന്നും തന്നെ നിങ്ങളൊരു വലിയ പ്രോബ്ലമായിട്ട് എടുക്കുകയോ ആ പോകുന്ന വഴിയെ അത് ഇന്ന് പോണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുകയോ ചെയ്യില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. നിങ്ങളുടെ വഴിയിൽ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും, നിങ്ങളുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ എന്തൊക്കെ പ്രോബ്ലം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നാലും അതൊന്നും തന്നെ ഒരു പ്രോബ്ലമായി നിങ്ങൾ എടുക്കില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും ഇന്ന് നല്ല മഴയല്ലേ അല്ലെങ്കിൽ നല്ല വെയിലുണ്ട്, എന്തിനാ ഈ കുന്നു കയറി പോകുന്നതെന്ന് ചോദിച്ചാൽ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഫ്രണ്ടിനെ കാണണം എന്ന് പറഞ്ഞ് നിങ്ങൾ പോകാറുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുമ്പോൾ ഈ പ്രോബ്ലംസ് ഒന്നും തന്നെ നിങ്ങൾ പ്രോബ്ലമായി എടുക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ കാണൽ, ആ സന്തോഷത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റം ആ സന്തോഷത്തിന് വേണ്ടി വളരെ ഈഗറായിട്ട് നിങ്ങളുടെ സിസ്റ്റം വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ എത്ര ദൂരം നടന്നാലും കാലുകൾ കഴയ്ക്കാത്തത്. ഇനി കഴച്ചു പോയാലും നിങ്ങളുടെ സിസ്റ്റം അതൊരു ബുദ്ധിമുട്ടായിട്ട് എടുക്കാതെ വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഇനി അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് നിങ്ങളൊരു ഫ്രണ്ടിനെ കാണുന്ന ആ മൊമെന്റിനു വേണ്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തവരാണ്. ഇതുപോലെയല്ലേ പഠിക്കുന്നതും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷന് വേണ്ടി, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്കാണ് നിങ്ങൾ നടന്നെടുക്കുന്നത്. ആ സ്വപ്നം നടന്നെടുക്കുന്ന വഴികളിൽ പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകും. നിങ്ങളുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ബോധേഡാകുന്നത്? നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കാതിരുന്നേ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എല്ലാം തന്നെ നിങ്ങൾ ഓവർകം ചെയ്ത് പല ആൾക്കാരും പറഞ്ഞതിനെ മറികടന്ന് നിങ്ങൾ പോയ അതേ സന്തോഷത്തോടെ, അതേ ക്യൂരിയോസിറ്റിയോടെ, അതേ ബോധത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ പുതിയ കോഴ്സിനെ അല്ലെങ്കിൽ പുതിയ വഴിയെ, നിങ്ങൾ സെലക്ട് ചെയ്ത പാതയെ നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ചേ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി പുതിയ അഡ്മിഷൻ കിട്ടി പുതിയ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ വീട്ടിൽ കിട്ടിയ എല്ലാ സൗകര്യങ്ങളും അതുപോലെ ഒരു സ്ഥലത്തും കിട്ടണം എന്നില്ല.
അവിടെ സൗകര്യങ്ങളോ നമ്മുടെ ചുറ്റുപാടുകളോ അല്ല നിങ്ങളുടെ വഴിയെ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യമാണ്. നിങ്ങൾ ലക്ഷ്യത്തിലെത്തുക. കൂട്ടുകാരിയുടെ വീട്ടിലെത്താൻ കാണിച്ച അതേ ആത്മാർത്ഥത അല്ലെങ്കിൽ അതേ ത്വര, അതേ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ വഴികളിൽ വരുന്ന പ്രതിബന്ധങ്ങളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു മല കയറിയാണ് നിങ്ങൾ കൂട്ടുകാരിയുടെ വീട്ടിലെത്തുന്നത്. പകുതി വഴിക്ക് ഒന്ന് കാല് കഴച്ചുപോയി എങ്കിലും നിങ്ങൾ അവിടെ ഇരുന്ന് ഒന്ന് ക്ഷീണം തീർത്ത് അല്ലെങ്കിൽ ഒന്ന് നിന്ന് ആ കിതപ്പൊക്കെ ഒന്ന് മാറ്റി പതുക്കെ നടന്ന് എത്തും. അതോ മതിയാക്കി തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല. ആ യാത്ര നിങ്ങൾ പകുതി വഴിക്ക് നിർത്തി ഒരിക്കലും തിരിച്ചു മടങ്ങില്ല. ഉറപ്പല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ യാത്രയും. ഒരു പക്ഷേ നിങ്ങളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു നടത്തത്തിൽ നിങ്ങൾക്ക് ക്ഷീണം തോന്നും. പലപ്പോഴും പല സിറ്റുവേഷനും കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങളെ ഒന്ന് തളർത്താം. പക്ഷേ ആ ഓരോ തളർച്ചയിലും നിങ്ങൾ തിരിച്ചറിയണം, ഇത് എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തേണ്ട വഴിയാണ്. ഇവിടെ ഞാൻ തളർന്നു നിന്നാൽ എൻ്റെ ആഗ്രഹത്തിലേക്ക് ഒരിക്കലും ഞാൻ എത്തില്ല. ഇല്ല, എനിക്ക് ഒരു തളർച്ചയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് വളരെ വേഗത്തിൽ, ഇതുവരെ നടന്നു വന്നതിനേക്കാളും വേഗത്തിൽ നിങ്ങൾ നടന്നെത്തണം. അങ്ങനെ എത്തുമ്പോൾ ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചുറ്റുപാടുകൾ ഒരിക്കലും നിങ്ങളെ അത്തരത്തിൽ സ്വാധീനിക്കാൻ ഇടവരുത്തരുത്. കാരണം പലതരത്തിലുള്ള ചുറ്റുപാടുകളാണ്. നമ്മൾ പല കോഴ്സുകൾ, പല സ്ഥലങ്ങൾ, പല ഫ്രണ്ട്സ്, പല ആൾക്കാർ, ഒരുപാട് പേരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായി കാണാനും പോവുകയാണ്. ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഒരുപാട് സ്വാധീനിച്ച്, ഓരോ കാര്യങ്ങളും നമ്മളെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോകാൻ പറ്റില്ല, എനിക്ക് തളർച്ച വരുന്നു എന്ന് കരുതിയാൽ നമ്മൾ ഒരു സ്ഥലത്തും എത്തില്ല. അപ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാനെടുത്ത അതേ ആത്മാർത്ഥതയോടെ, ആരൊക്കെ പറഞ്ഞിട്ടും അതിനെ മറികടന്ന് നിങ്ങൾ പോയ അതേ ഊർജത്തോടെ, നിങ്ങൾ അതേ സ്നേഹത്തോടെ നിങ്ങൾ ഈ വഴിയെ സ്നേഹിക്കണം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ കോഴ്സിനെ അല്ലെങ്കിൽ ആ പോകുന്ന സ്ഥലത്തെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ബ്രെയിൻ ഒരിക്കലും നിങ്ങളോട് നോ പറയില്ല. അഥവാ ഫിസിക്കലി അങ്ങനെ പറഞ്ഞു പോയാലും അതിനെ ഓവർകം ചെയ്യാനുള്ള മെന്റൽ സ്റ്റാമിന നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുക. സ്നേഹിക്കുന്നത് മാത്രമല്ല, ആ സ്നേഹിച്ച വഴി, ആ സ്നേഹിച്ച ലക്ഷ്യം കിട്ടാനായിട്ട് ഉണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങൾ തരണം ചെയ്ത് വളരെ റിലാക്സ്ഡായി, കാമായി മുന്നേറുക. പല തടസ്സങ്ങളും ഉണ്ടാകും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അത് അങ്ങനെ തന്നെ വിലയിരുത്തുക. ഇതൊന്നും തന്നെ എൻ്റെ വഴിയെ, എൻ്റെ മാർഗത്തെ, എൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള എൻ്റെ വേഗതയെ കുറയ്ക്കില്ല എന്ന സത്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുകയും നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളുടെ സിസ്റ്റത്തിനോട് പറയുകയും വേണം. നമുക്ക് എപ്പോഴും ജനിച്ച സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതേ ആംബിയൻസ് ലോകം മുഴുവൻ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. സോ എത്രയും പെട്ടെന്ന് ചുറ്റുപാടുകളോട് പൊരുത്തപ്പെട്ട് ചുറ്റുപാടുകളുടെ ഉള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മൾ മുന്നേറുമ്പോഴാണ് വിജയം നമുക്ക് കിട്ടുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കേട്ടിട്ടില്ലേ? നമ്മൾ എത്ര പെട്ടെന്ന് ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നോ അതിനനുസരിച്ച് നമ്മൾ ഫിറ്റസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. എത്രയും വേഗം നിങ്ങൾ ഫിറ്റസ്റ്റ് ആകുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തും. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു പരിധിക്കപ്പുറം നമ്മളെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മടുപ്പ്, നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഒരു അരമണിക്കൂർ അതിൽ കൂടുതൽ നിങ്ങളെ ഹൗണ്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ തന്നെ സ്വയം ആ പ്രോബ്ലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ കൈകളിലിരിക്കും. ആരെതിർത്താലും എന്ത് പ്രോബ്ലം ഉണ്ടായാലും നിങ്ങൾ സ്നേഹിച്ച ഫ്രണ്ടിനെ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയെ നടന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്ന് അത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ അതിൽ നിന്നും തടയാൻ കഴിയില്ല. ആരെങ്കിലും അത് തടയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ്, നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ നിങ്ങളോടാണ് പറയേണ്ടത്, ഇല്ല, ഇതെന്റെ ഇഷ്ടമാണ്, ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണ്, ഇതിലെ തന്നെ ഞാൻ മുന്നേറും, ഇവിടെ എന്ത് തടസ്സമുണ്ടായാലും ഞാനത് ഫേസ് ചെയ്യും, ഞാനത് ഓവർകം ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എപ്പോഴാണോ സിസ്റ്റത്തിൽ കൊടുക്കുന്നത്, ആ ഒരു കോൺഫിഡൻസ് സിസ്റ്റം എപ്പോഴാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നത്, എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയും.
അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴിയെ സ്നേഹിച്ചു തുടങ്ങുക. ആ സ്നേഹിച്ചു തുടങ്ങുന്ന വഴിയിലേക്ക് എത്താനുള്ള എല്ലാ തടസ്സങ്ങളെയും സ്വയം അതിജീവിച്ച് മനസ്സിലാക്കി സന്തോഷമായിട്ട് മുന്നേറുക. നിങ്ങളെ തടയാൻ നിങ്ങൾക്കല്ലാതെ ഒരാൾക്കും പറ്റില്ല എന്ന സത്യം മനസ്സിലാക്കൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.